രാവിലെ തന്നെ നല്ല മഴ പെയ്ത് നല്ല കാറ്റുമായിരുന്നു ഇന്നലെ രാത്രിയിലൊക്കെ. ഇപ്പോൾ ചെറിയൊരു വെയിൽ വന്നിട്ടുണ്ട്. നല്ല പച്ചപ്പ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. പ്രകൃതിയൊക്കെ നല്ല സുന്ദരിയായിട്ടിരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് വേണ്ടി പ്രകൃതി ചില കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സംഭവം കാണിച്ചു തരാം. ആ ദൂരെ കാണുന്ന കണ്ടോ, അതാണ് മക്കളെ കൂണ്. മനുഷ്യന് വേണ്ടി പ്രകൃതി കരുതി വച്ചിരിക്കുന്ന അടിപൊളി ഐറ്റമാണത്. ഞാൻ ജസ്റ്റ് രാവിലെ ഇവിടെ ഇന്നലെ ഭയങ്കര കാറ്റായിരുന്നു, മരമൊക്കെ ഒടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. 1-2 ഒടിഞ്ഞിട്ടുണ്ട്. ഒരു വലിയ മരം അവിടെ ഒടിഞ്ഞ് വീണ് കിടപ്പുണ്ട്. അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ കൂണ് നിൽക്കുന്നേ, എന്തോരം ഉണ്ട്, അടിപൊളി. അത് കണ്ടോ, ഭയങ്കരനായിട്ടൊരു മരം ചുവടെ അങ്ങ് മറിഞ്ഞു പോയി. നമ്മുടെ നാട്ടിൽ ഇതിനെ പറയാറ് പെരുങ്കൂണ് എന്നാണ്. ചെതലിൻ്റെ പുറ്റലുണ്ടാകുന്നതാണ്. എല്ലാം ഒന്നും പരുവമായിട്ട് വന്നിട്ടില്ല. ആ കുട വിരിഞ്ഞ് വരുന്ന ആ പരുവത്തിലുള്ള സംഭവമാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ പകുതിയൊക്കെ എന്തോ തിന്നു. അത് കണ്ടോ, ആ കുട 2-3 വിരിഞ്ഞ് നിൽക്കുന്ന കണ്ടോ, അതാണ് പരുവ സംഭവം. ഇനി വീട്ടിലോട്ട് ഇറങ്ങി പോകണമെങ്കിൽ ഒരുപാടുണ്ട്, താഴോട്ട് കുറേ ഇറങ്ങി പോകണം. ഞാൻ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ നമ്മൾക്കൊരു കത്തി വേണം. ഇതിങ്ങനെ വലിച്ചൂരി എടുക്കരുത്. വലിച്ചൂരി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അടുത്ത വർഷം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം, ഇങ്ങനെ കുത്തി കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ 2-3 ദിവസത്തേക്ക് നമ്മൾക്ക് കൂണ് കറി, തോരൻ വെച്ചത്, തേങ്ങ അരച്ച് കറി വെച്ചത്, അങ്ങനെയൊക്കെ പല വിഭവങ്ങളുണ്ടാക്കാം നമുക്ക്. ഇതുണ്ടോ, ഇവനാണ് ഏറ്റവും നല്ലത്, ആ പരുവത്തിലുള്ളത്. അവിടെയുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങ് വിട്ട് വരണം. ഇത് കണ്ടോ, കഴിഞ്ഞ കൊല്ലം കിട്ടിയായിരുന്നു. കഴിഞ്ഞ കൊല്ലം കുറച്ച് ഇത് ആ പരുവത്തിലാകരുത്, അതിന് കുറച്ച് ടേസ്റ്റ് കുറവായിരിക്കും. ഇത് ഇവനൊക്കെയാണ് കിടിലം ടേസ്റ്റ്. അപ്പോൾ ഞാൻ പോയി കത്തിയും ഇത് പറിക്കാനുള്ള കവറൊക്കെ എടുത്തിട്ട് വരാം. നമ്മൾക്ക് ഇന്ന് 1, 2, 3, 4, 5 ഒരു 10ഓളം കൂണുകൾ മാത്രമേ ഇന്നത്തേക്കുള്ളൂ. ഇത് നാളെ രാവിലെ ചിലപ്പം അധികമായിട്ട് വിരിഞ്ഞ് പോകുമെന്ന് അറിയത്തില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഇന്നത്തോട്ടൊക്കെയുള്ള കറക്കി നമുക്ക് പറിച്ചുകൊണ്ട് പോവാം. ഞാൻ പോയ വഴി വേറൊരു പാവക്കൂണ് കിട്ടി. ഇതാണ് പാവക്കൂണ്, നല്ല വൈറ്റായിട്ടിരിക്കും. കൂണുകൾ കൃത്യമായിട്ട് അറിയാതെ പറിച്ചൊന്നും കറി വെക്കരുത്, പണി കിട്ടും ചിലപ്പം. പാവക്കൂണ് കണ്ടോ, ഇതിൻ്റെ അടിവശം നല്ല വൈറ്റായിരിക്കും. ഇതിപ്പം രാവിലെ വിരിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇതിനൊക്കെ ആയിരിക്കും മൊത്തമായിട്ട് വിരിഞ്ഞതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഈ പരുവത്തിലുള്ളതായിരിക്കും നല്ല ടേസ്റ്റ്. ഇത് 1-2 ഉണ്ടാകത്തുള്ളൂ, ദൂരെയായിട്ടേ ഉണ്ടാകത്തുള്ളൂ. ഇതുണ്ടോ, കൂട്ടമായിട്ട് ഇതുണ്ടാവും. പിന്നെ ഇതിൻ്റെ കാലിലൊരു റിങ് ഉണ്ടാവും. ഇതുണ്ട്, ഇവിടെ ഒരു റിങ് ഉണ്ടാവും. ഇതിൻ്റെ മണ്ട ഇങ്ങനെ പൊട്ടി വിരിയുമ്പോൾ അവിടെ ഒരു റിങ് പോലെ ഒരു സംഭവം ഉണ്ടാവും. പക്ഷേ ഇതിനേക്കാളും ടേസ്റ്റ് ഈ സാധനത്തിനാണ്. ഇത് 1-2 കിട്ടത്തുള്ളൂ. ഇത് വലുതൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല അടിപൊളിയാണ്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ അപ്പുറ സൈഡിലോട്ട് മാറിയിട്ട് ഒരു പാവക്കൂണുണ്ടായിരുന്നു. അപ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ മൊത്തം നോക്കണം. എവിടെയൊക്കെ ചെതൽപ്പുറ്റിട്ടുണ്ടോ അവിടെയൊക്കെ ഈ സാധനം ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് കാണാതെ പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇതിൻ്റെ അടുത്തൂടെയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് വേറെ കിട്ടും. എന്തായാലും ഞാൻ കത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് വലുതൊക്കെ അങ്ങ് പറിച്ചെടുക്കാം. ഇത് പിന്നെ പറിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിങ്ങനെ വലിച്ചൂരി എടുക്കരുത്. ഇതുണ്ടോ, ഇതിൻ്റെ അടിഭാഗം വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് എന്തായാലും ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, ഇവിടെ ഒരു റിങ് പോലെ. ഇത് ശ്രദ്ധിക്കണം, ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. ഇത് വലിച്ചൂരി എടുക്കാത്തതിൻ്റെ കാര്യം, ഇത് ഫംഗസ് ആണല്ലോ. ഇത് ഈ ചെതൽപ്പുറ്റിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. പിന്നീട് അടുത്ത വർഷം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഈ സീസണിൽ തന്നെ ഇനി 2ാമത്തെ പ്രാവശ്യം ഉണ്ടായേക്കാം. ചിലപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ ഇത്രയൊന്നും കാണത്തില്ല കേട്ടോ. ഇതിപ്പോൾ ഒരുപാടുണ്ട്. ഇതിപ്പോൾ അടുത്തടുത്താണ് കണ്ടോ, അടുത്തടുത്തങ്ങ് ഭയങ്കരമായിട്ട് തിങ്ങി ഉണ്ടായേക്കുക.
ഇതൊക്കെ വളരെ ചെറിയതാണ്. ഈ ചെറിയ സാധനങ്ങൾ നമുക്ക് ഇതൊക്കെ പറിക്കാം. ഇതിനി വൈകുന്നേരത്തെ ഇത് പെട്ടെന്ന് ആയി വരും. ഇത് പെട്ടെന്ന് വിരിയും. മഴയും കൂടി പെയ്യുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വിരിഞ്ഞു പോകും. പിന്നെ ഇത് കൊള്ളത്തില്ല. ഇതുണ്ടോ, ഇതാണ് ഏറ്റവും നല്ല പരുവായിട്ടുള്ള സംഭവം. ഇതുവഴി വേറെ ആരെങ്കിലുമൊക്കെ വന്നാൽ പറിച്ചോണ്ട് പോകും. അതുകൊണ്ട് ഇത് വീട്ടിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഒരു 2-3 മണിക്കൂറും കൊണ്ട് മൊത്തമായിട്ട് തന്നെ വിരിഞ്ഞോളും. ഇത്രയും മാത്രം വിരിഞ്ഞാൽ മതി. ഈ മുട്ട് പരുവത്തിൽ ഇതുണ്ടോ, ഇതൊന്നും പറിക്കരുത്. ഇത് പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വിരിയത്തില്ല. അത് ചിലപ്പോൾ അങ്ങനെ ഉണങ്ങി തന്നെ അങ്ങ് ഇരുന്ന് പോകും. ഇതെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്, കഴിഞ്ഞ മഴക്കാലം കിട്ടിയിട്ടുണ്ട്. ഭയങ്കര കൊതുക് ശല്യമാണ്. ഇതിപ്പോൾ 3-4 ദിവസം പറിക്കാനുണ്ടെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ അകത്ത് ചെറുതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഈ പരുവായതൊക്കെ പറിച്ചുകൊണ്ട് പോകാം. ഇതുണ്ടോ, ഇങ്ങനെ ഈ മണ്ടയൊക്കെ വിട്ട് വരുന്ന സാധനങ്ങൾ പറിച്ചെടുക്കാം. മനുഷ്യന്മാർക്ക് വേണ്ടതൊക്കെ പ്രകൃതി തന്നെയുണ്ട്. കൂണായിട്ടും ചിലതൊക്കെ പേട്ടുകൂണുണ്ട്. ഇതുണ്ടോ ഇതൊക്കെ കണ്ടോ, പേട്ടുകൂണാണ്. അത് കൊള്ളത്തില്ല. ഇത് ഒച്ചയൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഒച്ച വന്നിട്ട് ഇത് കണ്ടമാനം തിന്ന് കളയും. ഇത്തരൊരു ചെറിയ ഒച്ചിരിപ്പുണ്ട് കണ്ടോ. അവന്മാരാണ് ഇതിൻ്റെ ആ ഒരെണ്ണത്തിൻ്റെ ഒക്കെ കുറച്ചൊക്കെ തിന്നു. ഇവിടെയുണ്ട് 2-3 ആയത്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പാമ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. ഇതിൻ്റെ കുറച്ച് പൊട്ടലൊക്കെ ഉള്ള ചെതലപ്പുറ്റാണ്. ചെറിയ ചെറിയ പൊത്തുകളൊക്കെ ഉണ്ട്. അപ്പം പോയി കൈയിടുന്നതിന് മുമ്പ് നോക്കണം. ഇതുണ്ട്, ഇതൊക്കെയാണ് പരുവ സാധനങ്ങൾ. ഇതിൻ്റെ എന്തോ കുറച്ച് തിന്നത് എന്തോ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 ദിവസം പറിക്കാനുണ്ട്. ഇന്ന് വൈകുന്നേരം നമുക്ക് വന്നിട്ട് ഒന്നുകൂടെ നോക്കാം. വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടി ആ വലിയ തലയൊക്കെ കാണുന്നുണ്ടോ, അത് പറിച്ചുകൊണ്ട് പോകും. ഈ പരുവത്തിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇന്ന് വൈകുന്നേരം പൊക്കാം. ബാക്കി നമുക്ക് ഈ ചെറിയ ഇതുണ്ട്, ഇതൊക്കെ നമുക്ക് നാളെ രാവിലെ. അപ്പോൾ 2-3 ദിവസത്തേക്ക് കൂണ് അടിപൊളി. ഇതൊക്കെ പറിച്ചെടുക്കാം. നല്ല മഴയാണ്, ഇത് പെട്ടെന്നങ്ങ് വിരിയും. മഴ കുറച്ച് കുറവാണെങ്കിൽ മെല്ലെ വിരിയത്തുള്ളൂ. മഴയൊക്കെ മാറി നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇന്നത്തേക്കുള്ള ആവശ്യത്തിന് ഇത്രയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കിലോ ഉണ്ടാകും. നമ്മൾ ഇതിൻ്റെ ഒരു 3 മടങ്ങുണ്ടാകും. ഒരു 2 പ്രാവശ്യം കൂടി പറിക്കാനുണ്ട്. അത് ഏകദേശം ഒരു 1-1.5 കിലോ കാണും എല്ലാം കൂടി ചേർത്ത്. നമുക്ക് കിട്ടിയ കൂണുകളൊക്കെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ബാച്ചിനെ വൈകുന്നേരം വന്ന് നോക്കാം എന്തോരം ആയിന്ന്. അതിന് ശേഷം നമ്മൾക്ക് ബാക്കിയുള്ളത് നമുക്ക് നാളെ രാവിലെ വന്ന് പറിക്കുകയും ചെയ്യാം.